ഈശോയിൽ പ്രേമുള്ളവരെ, എനിക്കിപ്പോൾ വീഡിയോസ് ചെയ്യാൻ കുറച്ച് മടിയാണ് കേട്ടോ. കാരണം എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ശക്തിപ്പെടുത്തലിൻ്റെ പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ അത് സ്ട്രഗിൾഫുള്ളാണ്. അത് എന്നിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങളൊരു ദൈവം എന്ന് പറയുന്ന ഒരു ആത്മീയ ചിന്തയിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഈ പൊളിച്ചുപണികൾ നടന്നുകൊണ്ടിരിക്കും. അതുപോലെ ഒരു പൊളിച്ചുപണിയാണ് എൻ്റെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നെ ഭയങ്കര സ്ട്രോങ് ആക്കാൻ വേണ്ടിയാണ് ദൈവം ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് നിങ്ങളുടെ ലൈഫിലും സംഭവിക്കുമെന്ന് പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് ഇതെൻ്റെ ഒരു പേഴ്സണൽ ലൈഫിൽ സംഭവിക്കുന്ന ഒരു കാര്യം മാത്രമായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളൊരു ജീവിതത്തിൻ്റെ ഒരു കാലഘട്ടങ്ങളിൽ നിങ്ങൾ കരഞ്ഞും നിലവിളിച്ചും അസ്വസ്ഥപ്പെട്ടും ഒക്കെ കടന്നു പോയിട്ടുള്ള വഴികളുണ്ടല്ലോ, അപ്പോഴൊന്നും ദൈവം ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോഴൊക്കെ നിങ്ങളോട് ഫേസ് ഇറ്റ്, അഡ്ജസ്റ്റ് ഇറ്റ് എന്നൊക്കെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷെ ഒരു സമയം കഴിയുമ്പോൾ ഇതാ ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തുന്നു. നിങ്ങളുടെ മുമ്പിലോട്ട് വരുന്ന തിരമാലകളെ നിങ്ങളൊരു മതിൽ കെട്ടി തടയാണ്. നിങ്ങളുടെ മനസ്സിനെ ദൈവം ശക്തിപ്പെടുത്തുവാണ്. ശിലാതുല്യമാക്കി മാറ്റിയിരുന്നു സരള ഹൃദയം തരുമെന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷെ ദൈവം നിങ്ങളെ പ്രശ്നങ്ങളുടെ മുമ്പിൽ നിർത്തുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിനെ ദൈവം ശക്തിപ്പെടുത്തുന്നു. ദൈവം നിങ്ങളെ പോരാട്ടങ്ങളിലേക്ക് നിങ്ങളുടെ കൈ പിടിച്ച് നിങ്ങളുടെ കൂടെ നടക്കുന്നു. എന്താണ് പോരാട്ടങ്ങൾ? പിശാചിനോടുള്ള പോരാട്ടങ്ങൾ, തിന്മയോടുള്ള പോരാട്ടങ്ങൾ. അത് വ്യക്തികളിലൂടെ വരുന്ന തിന്മയായിരിക്കാം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന അനീതിയായിരിക്കാം. അപ്പം ഞാനിതൊക്കെ പറയുമ്പോൾ ഇതെനിക്കൊരു പുതിയ സുവിശേഷമാണ്. അതായത് സഹിക്കണം സഹിക്കണം എന്ന് പറയുന്ന ഒരു സുവിശേഷത്തിൻ്റെ നിഴലിൽ നിന്നുകൊണ്ട് പോരാടണം, നീതിക്ക് വേണ്ടി സംസാരിക്കണം എന്നൊക്കെയുള്ള ഒരു സുവിശേഷത്തിലേക്കുള്ള എൻ്റെ യാത്ര എന്ന് പറയുന്നത് എന്നെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. കാരണം യേശു ക്രിസ്തു കുരിശിൽ കയറി സഹിച്ചു എന്നുള്ള ഒരു പാഠമാണ് നമ്മൾ റെഫറൻസ് ആയിട്ട് വെച്ചിട്ടുള്ളത്. അങ്ങനെ വെച്ചിട്ടുള്ള ഒരു സമൂഹത്തോട് നമ്മൾ പറയുക, ജീവിതത്തിൻ്റെ എല്ലാ സഫറിങ്ങിനെയും നിങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകണം തന്നെ. അങ്ങനെ പറഞ്ഞാൽ മാത്രമേ ഞാനൊരു ദൈവത്തിൻ്റെ മനുഷ്യനായിട്ട് നിങ്ങൾ എന്നെ കരുതുകയുള്ളൂ. ഓഡിയൻസിൻ്റെയും കൂടെ കുറേ ചിന്തകളുണ്ടല്ലോ. പക്ഷേ ഈശോയിൽ പറയുമ്പോഴേ എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത് വലിയ മാറ്റങ്ങളാണ്. ദൈവം എന്നെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം എൻ്റെ മുമ്പിൽ അതിശക്തരായ മനുഷ്യരെ കൊണ്ട് നിർത്തുന്നുണ്ട്. എന്നിട്ട് ദൈവം എനിക്ക് കാണിച്ചു തരുന്നുണ്ട്, ഇവർ ശക്തി ഉണ്ടായിരിക്കാം, പക്ഷെ നീ നിന്റെ സത്യത്തിൽ ഉറച്ചു നിൽക്കുക. മരിക്കേണ്ടി വന്നാലും സത്യം വെടിയരുത്. ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി പൊരുതിക്കൊള്ളും. നമ്മുടെ ജീവിതത്തിൽ ഒരു സത്യമുണ്ടെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്താണ് ശരി എന്നൊക്കെ തോന്നുന്ന ചില സിറ്റുവേഷനുകളിൽ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ സഹനങ്ങളെ അവർ തരുന്ന ദുരിതങ്ങളെയൊക്കെ നിങ്ങൾ ഏറ്റെടുക്കാൻ മാത്രം തയ്യാറായിട്ട്, സഹിക്കാൻ തയ്യാറായിട്ട് മാത്രം അവിടെ നിന്നതുകൊണ്ട് ഒരു മാറ്റവും അവിടെ ഉണ്ടാകാത്ത ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. അവരത് നിങ്ങളെ ചൂഷണം കൂടുതലായിട്ട് ചെയ്യുന്നതിന് യൂസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അത് ഇപ്പോൾ ഓക്കെ, എന്നെ ഒരാൾ ടോർച്ചർ ചെയ്യാമെന്ന് വിചാരിക്കാം മെൻ്റലി, ഞാനതിനെ ഏറ്റെടുക്കാമെന്ന് വിചാരിക്കാം. ഓക്കെ, ഞാനത് ഏറ്റെടുക്കുന്നത് കൊണ്ട് എൻ്റെ ആത്മവിശ്വാസക്കുറവുണ്ടാകുന്നു, ഞാൻ മാനസികമായിട്ട് തളരുന്നു, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ ഭയങ്കരമായിട്ട് തളർന്ന് സഹിച്ചിരിക്കാമെന്ന് വിചാരിക്കാം. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എന്നെ സംബന്ധിച്ചത് ഓക്കെയാണ്, ഓക്കെ ഫോർ മീ, എൻ്റെ വിധി എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ഞാൻ അതിനെ പറയുമായിരിക്കും. ഞാൻ പറയില്ല, പക്ഷേ വിധി മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റാണെങ്കിൽ തന്നെയും ഓക്കെ, നമ്മളൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചത് അങ്ങനെയാണ്, ഇതിങ്ങനെയാണ് എഴുതി വയ്ക്കപ്പെട്ടിരിക്കുന്നത്, നീ സഹിക്കണം എന്നൊക്കെയാണ് എഴുതി വെച്ചിരുന്നത്. പക്ഷേ എന്നെ കാണുന്ന എൻ്റെ മകള്, എന്നെ കാണുന്ന എൻ്റെ മകൻ ആത്മവിശ്വാസം ഇല്ലാത്തവരായി മാറുന്നു. ആ സമയത്ത് ഒരു അമ്മ ചിന്തിക്കാൻ തുടങ്ങുന്നു, എൻ്റെ തിരിച്ചു പറയാനുള്ള എൻ്റെ കഴിവില്ലായ്മ കൊണ്ടാണ് എൻ്റെ മക്കളും അതുപോലെയുള്ളവരായി മാറുന്നത്. എന്നെപ്പോലെ തന്നെ തണുത്ത മനുഷ്യരായിട്ട് അവർ മാറുവാണ്. ഇത്ര നാളും ഞാൻ അവരോട് പറഞ്ഞിരുന്നത് കൈൻഡ് ആയിരിക്കണം എന്നാണ്. ഞാനിപ്പോൾ അവരോട് പറയുന്നത് റെസിലിയൻസ്, അത് പഠിക്കണം എന്നാണ്. നിൽക്കലല്ല, ചെറുത്ത് നിൽപ്പ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. എന്ത് സംഭവിച്ചാലും അതിനെ നേരിടാൻ പറ്റുന്ന തരത്തിലുള്ള മാനസിക ബലം നിങ്ങൾക്കുണ്ടായിരിക്കണം. നിങ്ങൾ കൈൻഡ് ആയിരിക്കേണ്ടടുത്ത് കൈൻഡ് ആയിരിക്കണം, വിവേകം ഉണ്ടായിരിക്കേണ്ടടുത്ത് വിവേകം ഉണ്ടായിരിക്കണം, ശക്തരായിരിക്കേണ്ടത് ശക്തരായിരിക്കണം. എല്ലാ മനുഷ്യർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ട് ചൂഷണങ്ങൾക്ക് മാനസികമായിരിക്കും, ഫിനാൻഷ്യലൊക്കെ ആയിരിക്കും, അതിനൊക്കെ നിന്ന് കൊടുക്കുന്ന ഒരു സുവിശേഷമല്ല ഒരു സമയം കഴിയുമ്പോൾ ദൈവം നിങ്ങളോട് പറയാൻ പോകുന്നത്. എന്നോട് ദൈവം പറയുന്നത് കരുത്താർജിക്കുക എന്നാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ മുമ്പിൽ ഒരുപാട് വലിയ വലിയ ശക്തരായ മനുഷ്യരെ ദൈവം കൊണ്ട് നിർത്തുന്നുണ്ട്. അവരുടെ ദുഷ്ടതയുടെ വലിപ്പം ഞാൻ കാണുന്നുണ്ട്, അല്ലെങ്കിൽ സിറ്റുവേഷൻസ് എന്തുമാത്രം മോശമാണെന്ന് ഞാൻ കാണുന്നുണ്ട്. നമ്മളെ ദൈവിക ചിന്തയും നമ്മളെ ദൈവബോധവും ഒക്കെ നമ്മളെ നീതിയുള്ള മനുഷ്യരാക്കിയാണ് മാറ്റേണ്ടത്. അനീതി കാണുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകേണ്ടതുണ്ട്. ഇപ്പം നീതിബോധം എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ. അപ്പം ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ എനിക്ക് പണ്ടേ ഇങ്ങനെ കുറച്ച് നീതിബോധത്തിൻ്റെ പ്രശ്നമുണ്ട്. അപ്പം ഞാനിങ്ങനെ അനീതിപരമായ കാര്യങ്ങൾ കാണുമ്പോൾ എന്താ അവരോട് അങ്ങനെ ചെയ്ത്, അവർ ബലമില്ലാത്തവരല്ലേ, അപ്പോൾ അവരോട് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ, അവരോട് കുറച്ച് നീതി കൊടുക്കണ്ടേ എന്നൊക്കെ ഞാൻ ആലോചിക്കും. അപ്പം ഇങ്ങനെയൊക്കെ എനിക്കിങ്ങനെ തോട്ട്സ് വരുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, ഇല്ല അത് സഹിക്കാനുള്ളതാണ്, ഇത് ക്ഷമിക്കാനുള്ളതാണ്, ഇത് പൊറുക്കാനുള്ളതാണ്. ഇങ്ങനെ ഞാൻ വിശ്വസിച്ചുകൊണ്ട്, ഇത് തെറ്റാന്നല്ല ഞാൻ പറയുന്നത്, ഇത് ശരി തന്നെയാണ്. ഒരു സമയം വരെയൊക്കെ ഇതിങ്ങനെ തന്നെയാണ്. പക്ഷേ അതിന് സമയത്തിനപ്പുറത്തേക്ക് എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ കരുത്താർജിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് നേരിടുന്ന അന്യായങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊരു ബോധ്യം ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അതല്ലാതെ നിങ്ങൾ എല്ലാം ചൂഷണം ചെയ്യാൻ വിട്ടുകൊടുത്താൽ നിങ്ങളുടെ വീട് നിങ്ങൾ എഴുതി കൊടുക്കുന്നു, നിങ്ങൾക്കുള്ളതെല്ലാം നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയുന്നു.
അപ്പം നിങ്ങളെ സംബന്ധിച്ച് അത് ഓക്കെയാണ്, ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഓക്കെയാണ്. പക്ഷെ എൻ്റെ മക്കളിലെ കണ്ണിലേക്ക് നോക്കുമ്പോൾ അവരും എന്നിൽ നിന്ന് തന്നെയാണ് എൻ്റെ നിസ്സഹായത പഠിക്കുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ എന്നെ അത് ആശങ്ക കുഴപ്പമുണ്ടാക്കുന്നു. അപ്പം ഇങ്ങനെയുള്ള ഒരു ആത്മീയ തലത്തിലാണ് ഇപ്പോൾ ഞാൻ എത്തി നിൽക്കുന്നത്. ഞാൻ ബൈബിൾ തുറക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഭാഗം ഏതു തരത്തിലുള്ള ഉപവാസമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്? പാവപ്പെട്ടവനെ നീതി നേടിച്ചു കൊടുക്കലല്ലേ യഥാർത്ഥ ഉപവാസം? അപ്പം എനിക്ക് ആ ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ പറ്റുന്നില്ല. ഇനി അടുത്ത ബൈബിൾ തുറക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് നീ തടങ്കലിലായവരെ മോചിപ്പിക്കുക, നീതി ലഭിക്കാത്തവനെ നീതിക്ക് വേണ്ടി സംസാരിക്കുക, അങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളാണ് എനിക്ക് കിട്ടുന്നത്. സോ ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. എനിക്കറിയാം ഇതൊക്കെ സംഭവിക്കുമെന്ന്, പക്ഷെ ആ ഒരു മാറ്റം ഉണ്ടല്ലോ, ഈ ദൈവത്തിൻ്റെ നീതി, ദൈവത്തിൻ്റെ കരുണ പറഞ്ഞുകൊണ്ടിരുന്ന ഹാൻഡ് ഓഫ് മേഴ്സി എന്ന ചാനലിൽ ദൈവത്തിൻ്റെ നീതിയിലേക്കുള്ള ഒരു മാറ്റം ഉണ്ടല്ലോ, അത് എന്നെയും കുറച്ച് ആശങ്കപ്പെടുത്തിയതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണാതിരുന്നത്. അപ്പം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്: ഈശ്വൽ പ്രിയമുള്ളവരെ, സ്നേഹം കൊടുക്കേണ്ടടുത്ത് സ്നേഹം, കരുണ കൊടുക്കേണ്ടടുത്ത് കരുണ, നീതി പറയേണ്ടടുത്ത് നീതി. നമുക്ക് ചുറ്റുമുള്ള ഒരു മനുഷ്യൻ നേരിടുന്ന അനീതിക്ക് നേരെ നമ്മൾ കണ്ണടയ്ക്കുന്നതും തിന്മയാണ്. നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യന്മാരുടെ സ്ട്രഗിളുകളിൽ അത് അവൻ്റെ സ്ട്രഗിളല്ലേ, അവന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറയുന്നതല്ല, എനിക്ക് അവന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ സുവിശേഷം. സോ ഈശ്വര പ്രിയമുള്ളവരെ, ദൈവം നിങ്ങളെ എങ്ങനെ നയിക്കുന്നു അങ്ങനെ പോയാൽ മതി കേട്ടോ. നിങ്ങളൊക്കെ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഏത് തലത്തിലാണ് നിൽക്കുന്നതെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ നിങ്ങൾ സഹിക്കുന്ന തലത്തിലായിരിക്കും, അപ്പോൾ നിങ്ങൾ സഹിച്ചാൽ മതി. പിന്നെ ഓരോ ജനറേഷൻ്റെ വ്യത്യാസം ഉണ്ടായിരിക്കും. ഇപ്പോൾ പുതിയ കുട്ടികൾക്ക് പെട്ടെന്ന് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചിന്ത പഴയ തലമുറയ്ക്ക് ചിലപ്പോൾ അഡോപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. ഞങ്ങളൊക്കെ അതിൻ്റെ മിഡിൽ വരുന്ന ജനറേഷനാണ്. ഞങ്ങളുടെ പകുതി ബ്രെയിൻ സഹിക്കാൻ പറയുമ്പോൾ പകുതി ബ്രെയിൻ റിയാക്ട് ചെയ്യാൻ പറയും. അപ്പം അതിൽ ദൈവത്തിൻ്റെ ഒരു ഗൈഡൻസ് നമുക്ക് കിട്ടണം. നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മൾ കൃത്യമായിട്ട് ആത്മീയമായിട്ടുള്ള ചിന്തകൾ കൊണ്ട് നടക്കുന്നത് നമ്മുടെ മെൻ്റൽ സ്ട്രെങ്ത് കൂട്ടുക തന്നെ ചെയ്തോളും. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ലോകം മുഴുവനും അനീതിയാൽ പിടിക്കപ്പെടുന്നതും നമ്മുടെ സഹോദരങ്ങൾ വേട്ടയാടപ്പെടുന്നതും ഒക്കെ കാണുമ്പോൾ അതിനെ മതചിന്ത എന്ന് പറയുന്നത് സഹിക്കുകയാണല്ലോ, അല്ലെങ്കിൽ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുകയാണല്ലോ എന്ന് പറഞ്ഞിരിക്കരുത്. ദൈവം നമ്മളിൽ പലരെയും വക്കീലാക്കിയിരിക്കുന്നതും നമ്മളിൽ പലരെയും എന്താ പറയുക പോലീസാക്കിയിരിക്കുന്നതും ഒക്കെ അവരോടൊക്കെ നമ്മൾ പറയണം, മോനെ ഇത് സഹിക്കുന്ന പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. നമുക്ക് നീതിബോധമാണ് അവിടെ വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളെക്കൊണ്ട് കഴിയാൻ പറ്റുന്ന നന്മ നമ്മൾ സമൂഹത്തിൽ ചെയ്യേണ്ടതുണ്ട്. നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കേണ്ടതുണ്ട്. സഹോദരന് വേണ്ടി നിലകൊള്ളാൻ കഴിയാത്ത ഒരാളെ ദൈവത്തെ സ്നേഹിക്കാൻ പറ്റില്ല എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് ഈ മനുഷ്യന്മാരെ സ്നേഹിക്കുക എന്ന് പറയുന്നത്, മനുഷ്യന്മാരെ സഹായിക്കുക എന്ന് പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുന്നത് പോലെ തന്നെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. അതിൻ്റെ ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് ദൈവസ്നേഹവും മനുഷ്യസ്നേഹവും. സോ മനുഷ്യന്മാരുടെ കഷ്ടപ്പാടുകൾക്കും കണ്ണുനീരിനും മുമ്പിൽ നമ്മൾ കണ്ണടയ്ക്കരുത്. അപ്പോൾ ഈശോയിൽ പ്രിയമുള്ളവരെ, നീതിബോധമുള്ള ഒരു ദൈവം, നീതിബോധമുള്ള ഒരു ജനതയെയാണ് ഉത്ബോധിപ്പിക്കുക. നിങ്ങളല്ലേ നീതിബോധം ഉണ്ടായിരിക്കണം, നിങ്ങൾ വിപ്ലവങ്ങൾ ചെയ്യണമെന്നല്ല, പക്ഷെ നിങ്ങൾ അനീതി ഒന്നും ചെയ്യാതിരിക്കുക. ഒന്ന്, നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന അനീതികളിൽ നിങ്ങൾക്ക് മനുഷ്യന്മാരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം. നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും നിങ്ങളുടെ സഹോദരനെ നിങ്ങളെ ഉപേക്ഷിക്കുകയും ചെയ്താൽ ആ ദൈവസ്നേഹം പറയുന്നത് കള്ളമാണെന്നല്ലേ ദൈവം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മനുഷ്യന്മാരെയും സ്നേഹിക്കണം, അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടണം, നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യണം. നിങ്ങളുടെ വിദ്യാഭ്യാസം അതിനുവേണ്ടി ഉപയോഗിക്കണം, നിങ്ങളുടെ കഴിവുകൾ അതിനുവേണ്ടി ഉപയോഗിക്കണം. മനുഷ്യന്മാർക്ക് വേണ്ടി, നിസ്സഹായന് വേണ്ടി, ദുർബലന് വേണ്ടി, ദരിദ്രന് വേണ്ടി, ഇല്ലാത്തവന് വേണ്ടി, ഉപദ്രവിക്കപ്പെടുന്നവന് വേണ്ടി നിങ്ങൾ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. നിങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരാൾ ഉപദ്രവിക്കപ്പെടുന്നുണ്ടെന്ന് കേൾക്കുമ്പോൾ നിങ്ങളായിരിക്കണം, ദൈവവിശ്വാസിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളായിരിക്കണം അവരെ വിസിറ്റ് ചെയ്യേണ്ടതും അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യേണ്ടതും. അതിനു വേണ്ടിയാണ് ദൈവം നമുക്ക് കൈയും കാലും ഒക്കെ തന്നിട്ടുള്ളത്. ദൈവം എപ്പോഴും നിങ്ങളിപ്പോൾ എന്താ പറയുന്നത്, ഒരു പട്ടിണിക്ക് ഇരിക്കുന്ന ഒരാളെ കണ്ടിട്ട് നിങ്ങൾ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തിയിട്ട് പ്രാർത്ഥിച്ചിട്ട് ഇവൻ എവിടെ നിന്നെങ്കിലും ഭക്ഷണം കൊടുക്കട്ടെ എന്ന് പറയുന്ന നിങ്ങൾ പ്രാർത്ഥിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക എന്ന് പറയുന്നതിനേക്കാളും അവിടെ എഫക്റ്റീവ് ആവുക എന്താണ്? നിങ്ങളൊരു 50 രൂപയുടെ പൊതിച്ചോറ്, ഒരു 25 രൂപയുടെ ഭക്ഷണപ്പൊതിയോ എന്തെങ്കിലുമൊക്കെ മേടിച്ച് അവന് എൻ്റെ കയ്യിൽ കൊടുക്കുന്നതാണല്ലേ. സോ പ്രവൃത്തിയിൽ അധിഷ്ഠിതമായ ഒരു വിശ്വാസത്തിലേക്കും നമ്മളെ എത്തിച്ചേരേണ്ടതുണ്ട്. അതല്ലാതെ എല്ലാം ദൈവത്തിൻ്റെ കൈകളിലേക്ക് ഇട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നന്മകൾ പോലും ചെയ്യാതിരിക്കുന്നതല്ല. ദൈവം നമ്മളെ ഭൂമിയിലേക്ക് ജീവിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടിരിക്കുകയാണ്. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ജീവിക്കണമെന്ന് തന്നെയാണ്. ദൈവം ഇപ്പോൾ എൻ്റെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് യുവർ ലൈഫ്. എത്ര നാളാണ് നിങ്ങൾ സ്പിരിച്വാലിറ്റി ഒരു പരിധിക്കപ്പുറത്തേക്ക് ഒരു എസ്കേപ്പിസത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും. അതായത് സ്പിരിച്വാലിറ്റി നിങ്ങളോട് പറയും, നിങ്ങളെപ്പോഴോട് പറയുന്നതല്ല, ദൈവമല്ല ഇത് പറയുന്നത്, നമ്മുടെ മനസ്സ് കണ്ടുപിടിക്കുന്ന ഒരു കള്ളത്തരമാണിത്. നിങ്ങൾ എല്ലാ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് നിങ്ങളുടെ കൈ പിൻവലിച്ചിട്ട് എല്ലാം ദൈവം അങ്ങോട്ട് ചെയ്തോളും എന്നൊരു തരത്തിലേക്ക് നിങ്ങൾ ഇരിക്കാൻ തുടങ്ങരുത്.
ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അസ്വസ്ഥതയുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്ട്രഗിൾ ഉണ്ട് എങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റാവുന്നതും നിങ്ങൾ ചെയ്യണം. അപ്പോൾ ഇപ്പോൾ എൻ്റെ ലൈഫിൽ സ്ട്രഗിൾ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അത് ശരിയാവുന്നുണ്ടെന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ അറിവ് കുറവുണ്ട്, എനിക്ക് എനിക്ക് ഒറ്റയ്ക്ക് ഇത് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ദൈവത്തിലേക്ക് വന്നു. ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവം ഇങ്ങനെ ഞാൻ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കി, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ സ്ട്രഗിളുകളാണ് എന്നെ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് എനിക്ക് ഉണ്ടാക്കി തന്നത്. അപ്പോൾ ഞാൻ ദൈവത്തിലേക്ക് വന്നു. ഞാൻ ശരി എന്താണെന്ന് അന്വേഷിച്ചു. അതായത് എൻ്റെ ചിന്തകൾ ശരിയല്ല, ശരി തന്നെ ആയിരിക്കണം എന്നില്ല. എനിക്കൊരു ഫിൽറ്ററിങ് ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ, നിങ്ങളുടെ കാര്യങ്ങളും നിങ്ങളെന്ന വ്യക്തിയും ആദ്യം ശരിയാവേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനു വേണ്ടി ദൈവത്തിലേക്ക് വരുന്നു, നിങ്ങൾ ദൈവവുമായിട്ട് ചേർന്ന് നിന്ന് നിങ്ങളുടെ മനസ്സൊന്ന് ശാന്തമാകുന്നു, നിങ്ങൾക്ക് കാര്യങ്ങളെക്കുറിച്ച് വ്യക്തത കിട്ടുന്നു. അപ്പോൾ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതും നിങ്ങൾ അതിൽ ചെയ്യണം. ദൈവം നിങ്ങളെ മനസ്സിലാക്കി തരികയാണ് ചെയ്യുന്നത്. ദൈവം സുവിശേഷം പറയാൻ വേണ്ടി ശിഷ്യന്മാരെ വിട്ട് കഴിഞ്ഞതിന് ശേഷം അടി കിട്ടില്ല എന്നല്ല അവരുടെ അതിനർത്ഥം. അവരെ കുറേ പേരെ പിടിച്ച് അടിക്കുന്നുണ്ട്. അപ്പോൾ അടിക്കുന്നുണ്ടെങ്കിലും ദൈവം പറയുന്നുണ്ട്, ശബ്ദമായിട്ടിരിക്കരുത്, നീ പ്രസംഗിക്കണം. ദൈവത്തിനത് പറയാനേ പറ്റത്തുള്ളൂ. അപ്പോൾ അവർ പേടിക്കാതെ വീണ്ടും പ്രസംഗിക്കാൻ തുടങ്ങി. നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റും നിങ്ങളെ ചെയ്യണം. പിന്നെ ആത്മീയതയുടെ ഒരു തലം എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങളെ ഏറ്റവും ശരിയല്ലാത്ത ഒരിടത്തു നിന്ന് ദൈവം വിളിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു, നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവുന്നുണ്ടാകുന്നില്ല. നിങ്ങളെ ദൈവം കൂടെ നിർത്തി നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്ന് നിങ്ങളെ വളർത്തി കഴിഞ്ഞിട്ട് ദൈവം അതേ സിറ്റുവേഷനിലേക്ക് തന്നെ നിങ്ങളെ പറഞ്ഞു വിടും. അപ്പം നിങ്ങൾ പറയരുത്, ഇത് എൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ല, ഇത് ദൈവം ഇങ്ങനെ ചെയ്തതാണ്. ദൈവത്തിൻ്റെ തലയിലിട്ടിട്ട് നിങ്ങൾ എസ്കേപ്പിസം ചെയ്യരുത്. യുവർ റെസ്പോൺസിബിലിറ്റി. ജീവിതം നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പം ദൈവം അവിടെ ഉണ്ട്, ദൈവം നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യം നിയന്ത്രിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ ആക്ഷനുകളാണ് പലതും, എൻ്റെ ചോയ്സസ് ആണ് പലതും. അല്ലെ, ഞാനാണ് തീരുമാനിക്കുന്നത്. ഒരാളെ വഴക്ക് പറയണോ, ഒരാളെ അടിക്കണോ, അത് ചെയ്യണോ ചെയ്യാണ്ടിരിക്കണോ എന്നൊക്കെ ഞാനാണ് തീരുമാനിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയി, ആ കാലം കഴിഞ്ഞു. സിറ്റുവേഷൻ അങ്ങനെയൊന്നും എൻ്റെ കയ്യിൽ നിന്ന് അബദ്ധം പോയി, അത് കഴിഞ്ഞു. ദൈവത്തിൻ്റെ പദ്ധതി അങ്ങനെയായിരിക്കും, അതുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചത്. അതൊരു എസ്കേപ്പിസമാണ്. അങ്ങനെയല്ല, ദൈവം നിന്നെ പ്രാപ്തനാക്കിയിട്ടുണ്ട്. ഇനി നിന്റെ ജീവിതത്തിൻ്റെ യുദ്ധങ്ങൾ നീ ഏറ്റെടുത്ത് ചെയ്യണം. നിനക്ക് പറ്റാത്ത കാര്യങ്ങൾ നീ പറ്റില്ല എന്ന് തന്നെ നിനക്ക് മനസ്സിലാക്കണം. എന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കണം. ശബരിമണവരെ ഒത്തിരി ഡിഫറെൻറ്റ് കാര്യങ്ങളുണ്ട്. കുറേ നാളായാലും വീഡിയോ ചെയ്തിട്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ അച്ചടക്കത്തോടെ പറയാൻ പറ്റുന്നത്. എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ കരുത്താർജിക്കണം. നിങ്ങൾക്ക് വ്യക്തത ഉണ്ടാവണം നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച്. നിങ്ങളുടെ ജീവിതം വേറെ ആരോ ഇരുന്ന് നിയന്ത്രിക്കുന്ന പോലെയല്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു പാർട്ടുണ്ട്. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എൻ്റെ പാർട്ട് ഞാൻ ചെയ്യുന്നുണ്ടോ? എൻ്റെ പാർട്ട് കൂടെ ഞാൻ ദൈവത്തിന് കൊടുത്തിട്ട് കൈയും കെട്ടിയിരിക്കുകയാണോ? എൻ്റെ ചിന്തകൾ കൂടെ ദൈവത്തിൻ്റെ എന്തോ ആണ്, ഞാൻ എന്തോ ഒരു ഇതിൽ ആണ് എന്നുള്ളൊരു ഡെലൂഷനിലേക്ക് നമ്മുടെ സ്പിരിച്വാലിറ്റി പോകുന്നുണ്ടോ? ഇത് എൻ്റെ ലൈഫാണ്, ഇത് നിങ്ങളുടെ ലൈഫാണ്. നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പിൽ ഒരു സ്ട്രഗിൾ ഉണ്ട്, അല്ലെങ്കിൽ ലൈഫിൽ ഒരു സ്ട്രഗിൾ ഉണ്ട്. ഇപ്പോൾ ഒക്കെ ഒരു ബെറ്റർ ജോലി കിട്ടിയാൽ അത് ശരിയാകുമെന്നാണെങ്കിൽ നിങ്ങൾ റൂമിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയല്ല, നിങ്ങൾ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? അപ്പോൾ സ്പിരിച്വാലിറ്റിയിലെ പ്രാക്ടിക്കലായിട്ടുള്ള തലം എന്ന് പറയുന്നത് പൈശാചികമായത്, പിശാച് പിടിക്കുന്നത് കൊണ്ടോ തിന്മ സംഭവിക്കുന്നത് കൊണ്ടോ ഒന്നുമല്ല. മറിച്ച് അത് ചെയ്യാനുള്ള അറിവും നോളജും കഴിവും ശേഷിയും ദൈവം തന്നെയാണ് തന്നിട്ടുള്ളത്. ഇപ്പോൾ ഡോക്ടറെ കാണാൻ പോവാതെ രോഗം വന്നുമ്പോൾ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ഒരു മണ്ടത്തരമാണ്, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേഖലകളിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം പോലും ചെയ്യാതെ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ സ്ട്രഗിൾ കാണുമ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പോലും ചെയ്യാതെ നിങ്ങൾ സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ടിരുന്ന സഹായം വരുമെന്ന് വിചാരിച്ചിരിക്കുവാണോ? ആത്മീയതയുടെ ഇത്തരം അന്ധമായ തലങ്ങളിലേക്ക് നിങ്ങൾ പോകരുത്. ഒരു ഇമാജിനേഷനിലേക്ക്, അല്ലെങ്കിൽ ഒരു ഡെലൂഷനിലേക്കോ, അല്ലെങ്കിൽ ഒരു എസ്കേപ്പിസത്തിലേക്ക് നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളെ കൊണ്ടുപോകരുത്. സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജീവിതം ജീവിക്കാൻ ശക്തിപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. ഈ ഭൂമിയിലെ ജീവിതം ജീവിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു സംഗതിയാണ് സ്പിരിച്വാലിറ്റി. അപ്പോൾ നിങ്ങൾ ദൈവത്തെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ള മനുഷ്യന്മാരെക്കാളും ബെറ്ററായിട്ട് എങ്ങനെയാണ് ജീവിതം ജീവിക്കേണ്ടത് എന്നാണ് ദൈവം നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടാവുക. സോ അത് മനസ്സിലാക്കി ജീവിക്കുക എന്നതാണ് ആത്മീയത. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.